കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ അടക്കി ഭരിച്ച് ജീവിച്ചിരുന്നവരാണ് ദിനോസറുകൾ. എന്നാൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അതിഭീകരമായൊരു ഉൽക്ക വന്ന് പതിക്കുകയുണ്ടായി. ഈ ഉൽക്കാപതനത്തെ തുടർന്ന് ഭൂമിയിൽ അതുവരെ ഉണ്ടായിരുന്ന ദിനോസറുകൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. എന്നാൽ പറക്കാൻ കഴിയുന്ന ചിലയിനം ദിനോസറുകൾ മാത്രം ഭൂമിയിൽ അവശേഷിച്ചു. പക്ഷേ കാലക്രമേണ അവയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. ദിനോസറുകളുടെ ഈ കാലഘട്ടത്തിന് ശേഷം ഇനി എന്ത്? അതിനൊരുത്തരമാണ് 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച അതിഭീകരന്മാരായ രാക്ഷസ പാമ്പുകൾ. ഈ വലിയ സർപ്പങ്ങളെ ടൈറ്റനോബോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാധാരണയായി ഒരു ചെറിയ പാമ്പിനെ പോലും കണ്ടാൽ ഭയപ്പെടുന്ന നമ്മളിൽ പലർക്കും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ടൈറ്റനോബോവയുടെ വലിപ്പം. ഏകദേശം 13 മീറ്ററോളം നീളവും 1.25 ടണ്ണോളം വരുന്ന ഭാരവുമുള്ള ഒരു രാക്ഷസ പാമ്പാണ് ടൈറ്റനോബോവ. ഇവയെ ദിനോസറുകളുടെ കാലശേഷം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഉരകവർഗമായാണ് കണക്കാക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ തെക്കേ അമേരിക്കയിലെ നിയോട്രോപ്പിക്കൽ മഴക്കാടുകളിലായിരുന്നു ഇവയുടെ ആവാസ കേന്ദ്രം. 2009 കൊളംബിയയിലെ കൽക്കരി ഖനിയിൽ നിന്നാണ് ആദ്യമായി ടൈറ്റനോബോവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. ഭൂമിയിൽ ഇത്രയും വലിയ പാമ്പ് ജീവിച്ചിരുന്നു എന്നതിൽ ശാസ്ത്രലോകത്തെ വരെ അമ്പരപ്പിക്കുന്ന കാര്യമായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ വലുപ്പത്തിൽ ഇവ മറ്റുള്ള ജീവികളെ പോലും ഭയപ്പെടുത്തിയിരുന്നു. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ജീവിയായിരുന്നു ടൈറ്റനോബോവ. പൊതുവെ ഇവ ചതുപ്പ് നിലങ്ങളിലായിരുന്നു കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്നത്. ഇവയുടെ വേട്ടയാടൽ രീതി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. ഇരയെ കയ്യിൽ കിട്ടിയാൽ വരിഞ്ഞു മുറുക്കി അതിക്രൂരമായായിരുന്നു ഇവ ഭക്ഷിച്ചിരുന്നത്. ഇവയുടെ ശരീരത്തിന്റെ വലിപ്പമനുസരിച്ച് എത്ര ജീവികളെ വരെ ഇവ ഭക്ഷിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല. എന്നിരുന്നാലും ഇതുപോലുള്ള രാക്ഷസ പാമ്പുകൾ ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ നേരിടാൻ സാധിക്കുമോ? ഒരുപക്ഷെ ടെക്നോളജികളൊക്കെ ഇത്രയും വളർന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അതിനെ നേരിടാൻ സാധിക്കുമായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.